തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനന്നാർ എന്നാണ്. കദാലിക് അപ്രകാരം, യുരീഹിമുല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കും, അഅമാലഹും അവരുടെ കർമ്മങ്ങളെ, ഹസറാത്തിൻ അലൈഹിം അവർക്ക് ഹസറാത്ത് ആയ നിലക്ക്, അല്ലെങ്കിൽ ഹസറാത്ത് ആയിക്കൊണ്ട്. ഇവിടെ കദാലിക് അതുപോലെ അല്ലെങ്കിൽ അപ്രകാരം എന്ന് പറഞ്ഞാൽ എപ്രകാരം? അല്ലാഹു സുബ്ഹാനഹു വതആല വറഔൽ അദാബ് എന്ന് പറഞ്ഞില്ലേ, അവർ ശിക്ഷയെ കാണും എന്ന്. ആ ശിക്ഷയെ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കാണിച്ചതുപോലെ, അതേപോലെ ആ ശിക്ഷയുടെ ഭാഗമായി പിന്തുടരപ്പെട്ട നേതാക്കന്മാരും ആരാധ്യന്മാരും പിന്തുടർന്നവരിൽ നിന്ന് അകലുകയും ഒഴിയുകയും ചെയ്തു. അതുപോലെ അതേപോലെ വതഖത്തഅത് ബൈനഹുമുൽ അസ്ബാബ് എന്ന് പറഞ്ഞില്ലേ, അവരോടൊപ്പം ഉണ്ടായിരുന്ന സബബുകൾ, അതോടൊപ്പം അവർ വീണു പതിതരായി. ആ സബബുകൾ അവരെ തൊട്ട് മുറിഞ്ഞുപോയി. സ്നേഹബന്ധങ്ങളും കർമ്മങ്ങളും കരാറുകളും ഉടമ്പടികളും നന്മകളും പദവികളും ഒക്കെയും അവരെ കൈവിട്ടു. ഇതൊക്കെ നന്നേ പരാജയം, കൊടിയ നഷ്ടം. ഇതുപോലെ യുരിഹിമുല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കാണിക്കും, അഅമാലഹും അവരുടെ കർമ്മങ്ങളെ, ഹസറാത്തിൻ അലൈഹിം അവർക്ക് മേൽ സങ്കടങ്ങളായി, വിഷമങ്ങളായി, അവശമായ നിലയിലൊക്കെ. യുരിഹിമുല്ലാഹ് അല്ലാഹു അവർക്ക് കാണിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ യുരി എന്ന ക്രിയ എന്താണ് അർത്ഥമാക്കുന്നത്? കാഴ്ചയെയാണോ അതല്ല അറിവിനെയാണോ? ഇവിടെ യുരി എന്ന് പറഞ്ഞാൽ കാണിക്കലാണ്, ഇറാഅത്ത്. ഈ കാണിക്കൽ ബസറിയത്താണോ, കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണോ ഇവിടെ ഉദ്ദേശം? അതല്ല കൽബ് കൊണ്ടുള്ള കാഴ്ചയാണോ ഉദ്ദേശം? കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ് എങ്കിൽ അവർക്ക് പരലോക കോടതിയിൽ കർമ്മങ്ങൾ നഗ്ന നേത്രങ്ങളാൽ കാണാൻ അവസരമുണ്ടാവുക എന്നുള്ളതാണ്. യുരി എന്ന ക്രിയ അപ്പോൾ രണ്ട് കർമ്മത്തിലേക്ക് വിട്ടുകിടക്കും. യുരീഹിം അള്ളാഹു അവർക്ക് കാണിക്കും. അപ്പോൾ അവർക്ക് യുരീഹിം എന്നത് അതിൻ്റെ ഒന്നാമത്തെ മഫ്ഊൽ കർമ്മം, അഅമാലഹും എന്നത് രണ്ടാമത്തെ കർമ്മം, അഅമാല എന്നുള്ളത്. അവർക്ക് അവരുടെ കർമ്മങ്ങളെ കാണിക്കും. ഹസറാത്തിൻ അലൈഹിം അവർക്ക് ഹസറാത്തായ നിലക്ക് അവസ്ഥയിൽ, ഹസറാത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹാൽ, ഖേദമായ, നഷ്ടമായ, അവശമായ അവസ്ഥയിൽ എന്നർത്ഥം. എന്നാൽ യുരി എന്നുള്ളത് കാണിക്കൽ, അത് അൽ ഇറാഅത്തുൽ ഖൽബിയ, അകക്കണ്ണിൻ്റെ കാണിക്കലാണ് എങ്കിൽ അതിനാണ് നമ്മൾ അറിയിക്കുക എന്നുള്ള അർത്ഥം പറഞ്ഞത്. യുരിഹിമുല്ല അള്ളാഹു അവരെ അറിയിക്കും. അപ്പോൾ യുരി എന്നുള്ള ക്രിയ മൂന്ന് മഫ്ഊലിനെ, കർമ്മങ്ങളെ തേടുന്ന ക്രിയയാണ്. അപ്പോൾ യുരീഹിം അള്ളാഹു സുബ്ഹാനഹു വതആല, യുരീഹിമുല്ല അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ അറിയിക്കും. അവരെ എന്നുള്ളത് ഹിം എന്നത് ഒന്നാമത്തെ മഫ്ഊൽ, അഅമാലഹും എന്നുള്ളത് രണ്ടാമത്തെ മഫ്ഊൽ, ഹസറാത്തിൻ എന്നുള്ളത് മൂന്നാമത്തെ മഫ്ഊൽ. ഭാഷയിൽ ക്രിയകൾ ഇങ്ങനെ പ്രത്യേകതകളും പ്രയോഗങ്ങളുമൊക്കെ ഉള്ളവയാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ വിശുദ്ധ ഖുർആൻ വിവരിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും. അപ്പോഴാണ് പൂർണ്ണമായ അതിൻ്റെ ആശയവും താല്പര്യവും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആളുകൾക്ക് അവരുടെ കർമ്മങ്ങളെ അവർക്ക് ഹസറാത്തായി അറിയിക്കും, അല്ലെങ്കിൽ കാണിക്കും എന്നാണ് ഇവിടെ പറയുന്നത്.